എനിക്ക് 2 ചോക്ലേറ്റ് കൊണ്ട് തരാം. പൊടെടുത്തോട്ടോ. പെട്ടിമുടി ദുരന്തത്തിൽ രക്ഷപ്പെട്ട ആളാണ്. വന്നപ്പോൾ കണ്ടിരുന്നു നിങ്ങളുടെ ജീപ്പിൽ ഇങ്ങോട്ട് പിന്നെ മുകളിൽ പോയിട്ട് വിവരം പറഞ്ഞത്. കഴിഞ്ഞ ഓണം ഇരുന്ന മാഡം ഈ വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ലേ? നല്ല വെള്ളം സാർ. ആളില്ലാത്തോണ്ട് എല്ലാവരും ഇരിക്കും. പ്ലാസ്റ്റിക്കിന്റെ പെർസെന്റേജ് വളരെ കുറവാണ്. സാറേ സൊസൈറ്റിയുടെ എന്താ പേര്? ദീപ്. ഇനി ഇതെല്ലാം തലച്ചോറായിട്ട് തന്നെ കൊണ്ടുവരുന്ന പരിപാടി എല്ലാവരും ശരി ശരി. വീട് മൊത്തം അലങ്കരിക്കും. മണ്ണ് പൂട്ടുന്ന കാർത്തിക പിറകെ എത്തിച്ചിട്ടല്ലേ ഡ്രൈവർ? വേറെ ഒരു പരിപാടിയില്ല. സ്റ്റോർ പോലെ പിന്നെ കിച്ചൺ ഉണ്ട് സാറേ. നല്ല കിച്ചണും അപ്പൊ ഈ പരപ്പയാർക്കുടിക്കാര് തൊട്ടടുത്ത് വരെ വേനൽക്കാലത്ത് വണ്ടി വരും. കാരണം ഈ വെള്ളക്കാരെ ഓടിക്കുന്നത് അവിടെ തള്ളിപ്പോയി പറയുള്ളൂ. ഇതിന് മുമ്പിലുള്ള സാറുമാർ മൊത്തമായി കണ്ണാടി സാറ് നമ്മളൊക്കെ പച്ചവെള്ളം കുടിക്കുന്ന പോലെയല്ല. കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ബൂത്തുകൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നേ ദിവസം ഞായറാഴ്ച ഇടമലക്കുടിയിലെ 14ഓളം ബൂത്തുകളുണ്ട്. അവിടെ വിവിധ ബൂത്തുകളിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടേഴ്സിൻ്റെയും നേതൃത്വത്തിൽ വിവിധ ടീമുകളായി പോയി അവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയുണ്ടായി. പല ബൂത്തുകളിലും നമ്മൾ കാൽനടയായിട്ട് തന്നെ നമ്മുടെ പോളിംഗ് ആൾക്കാർക്ക് പോളിംഗ് പേഴ്സണലിന് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിലും നമ്മുടെ റവന്യൂ വകുപ്പും നമ്മുടെ വിവിധ വകുപ്പുകളും എല്ലാ അറേഞ്ച്മെൻറ്റ്സും വനം വകുപ്പും എല്ലാ വകുപ്പുകളും പിന്നെ ഇതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മളിവിടെ പ്രാദേശിക ആദിവാസി സമൂഹത്തിലുള്ള കാണിമാരും ഊരുമൂപ്പന്മാരും ഒക്കെ നമുക്ക് എല്ലാവിധ സഹകരണം തന്നിട്ടുണ്ട്. ഇന്നേ ദിവസം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ അവരിലെ പിന്നെ പല കാണിമാരും ഞങ്ങളുടെ കൂടെ വരികയുണ്ടായി. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഇടമലക്കുടിയിൽ ഇത്രയും വിദൂരമായ ഇടമലക്കുടിയിൽ യാത്രാ സൗകര്യങ്ങളുടെയും നമ്മുടെ ടെലികോം നെറ്റ്വർക്കിൻ്റെ എല്ലാ പരിമിതികളുണ്ടായിട്ടും നമ്മുടെ ഒരു മഹത്തായ ഒരു ജനാധിപത്യ പ്രക്രിയ ഇത്തരം വിദൂരമായ പ്രദേശങ്ങളിൽ ജില്ലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാരും ഈ ആദിവാസി സമൂഹത്തിലെ എല്ലാ പ്രബുദ്ധരായ വോട്ടർമാർക്കും
ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ പേരിലും ഇലക്ഷൻ ടീമിൻ്റെ പേരിലും അഗൈതവമായ നന്ദി അറിയിക്കുന്നു.